തീവ്രവാദത്തിന് കുരുക്ക് വീഴുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 12 സ്ഥലങ്ങളിലെ STPA ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. STPAയും നിരോധനത്തിലേക്ക്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം തിരുവനന്തപുരം, മലപ്പുറം, ബംഗളൂരു, ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ, താനെ, ചെന്നൈ, ജാർഖണ്ഡിലെ പാക്കൂർ, കൊൽക്കത്ത, ജയ്പൂർ, ലക്നൌ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നതെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ STPA ദേശീയ അധ്യക്ഷൻ MK ഫൈസലിനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് STPA കേന്ദ്രങ്ങളിലെ പരിശോധന. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് STPA നിയന്ത്രിക്കുന്നതെന്ന് ED കണ്ടെത്തിയിരുന്നു. STPAക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്നും 2 സംഘടനകളുടെയും പ്രവർത്തകരും ഒന്ന് തന്നെയാണെന്നും ED പറയുന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നും അനധികൃതമായി ഫണ്ട് കൈപ്പറ്റി ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം 2022 സെപ്റ്റംബർ 28-നാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. 2009 സ്ഥാപിതമായ STPAയുടെ ആസ്ഥാനം ഡൽഹിയാണ്. പല അക്കൗണ്ടുകളിലൂടെ PFIയിൽ നിന്ന് 4.07 കോടി രൂപ STPAയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ED പറയുന്നത്. ഇതേപ്പറ്റിയുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 12 തവണ നോട്ടീസ് നൽകിയിട്ടും MK ഫൈസി ഹാജരായിരുന്നില്ല.